പിന്നെ ഞാൻ ഭയപ്പെടുന്നതോ ഇന്നമാ തഖവ്വഫു അലൈക്കും റജുല, നിങ്ങളിൽ നിന്ന് ചില ഖുർആൻ ആയത്തുകാരെയാണ്. ആ ആയത്തോത്തുകാർ അവസാനം ആയത്ത് കൈവിട്ട് അവരെത്തിപ്പെടുന്നത് എവിടെയാണ്? അയൽവാസിക്കു നേരെ ആയുധമെടുക്കുകയാണ്. ആ ആയുധമെടുക്കാനുള്ള പ്രചോദനങ്ങളും പ്രേരകങ്ങളും ഒക്കെ സമാനമായ രീതിയിൽ വഹാബികളുടെ പ്രസിദ്ധീകരണങ്ങളിൽ നമ്മൾ കാണുകയാണ്. അൽമനാർ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക മുഖപത്രത്തിൽ അരീക്കോട്ടുകാരനായ NV ഇബ്രാഹിം മാസ്റ്റർ നേർച്ചകൾ എന്ന ടൈറ്റിൽ കൊടുത്തുകൊണ്ട് എഴുതിയ ആ ലേഖനത്തിൽ അയാൾ പച്ചക്കു പറയുന്നത്, ഈ രാജ്യത്ത് മഖബറയിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങൾ, ഈ രാജ്യത്ത് മഹാന്മാരുടെ മഖബറകളിലെ ആ മഖബറകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന സംഭാവനകൾ, അങ്ങനെ സംഭാവനകൾ നൽകുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ വഴിപിഴച്ചവരും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരുമാണ്. അതെ, അവരെ കൊല്ലൽ നിർബന്ധമാണ്. മഖബറയിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളെ, ആ മഖബറയിലെ നല്ല കാര്യങ്ങൾ, മഖബറകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ സ്വതക്ക നൽകുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ്. അവർ ഷിർക്കിൽ നിന്ന് അവർ ഷിർക്കാരോപണം നടത്തി, ആ ഷിർക്കാരോപണം നടത്തി അയൽവാസിക്കെതിരെ ആയുധമെടുക്കുന്നവരാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അവിടെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി ചോദിക്കുന്നു, ആ ഷിർക്കാരോപണത്തിന് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടയാളാരാണ്? ആരോപകനായ ആളാണോ, ആരോപിക്കപ്പെടുന്ന ആളാണോ ആ ഷിർക്കുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് ഹബീബായ തങ്ങളോട് ചോദിക്കപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരോപകരാണ് ആ ഷിർക്കുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു നൂറ്റാണ്ട് കാലത്തെ വഹാബികളുടെ ഇടതടവില്ലാത്ത മുസ്ലിം മുഖ്യധാരക്കെതിരെയുള്ള ഷിർക്കാരോപണത്തിന്റെ ഇന്നത്തെ ചിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ആ ഷിർക്കാരോപണം വഹാബികളിലേക്ക് തന്നെ തിരിച്ചടിക്കുന്ന ദയനീയ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഹജ്ജിന് വർഷാവർഷം വരുന്ന 25 ലക്ഷം മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളിൽ 20 ലക്ഷവും ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പ്രഖ്യാപിച്ചു നടന്ന മൗലവി ഒറ്റയും തെറ്റയുമായി സമുദായത്തിലെ ആളുകളെ പേരെടുത്തു പറഞ്ഞ്, രാജ്യത്തെ പേരെടുത്തു പറഞ്ഞ് എല്ലാം ഷിർക്കാരോപിച്ച മൗലവി, ആ മൗലവി ഇന്ന് മുജാഹിദുകളാൽ തന്നെ ഷിർക്കാരോപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മൗലവിയെ മുജാഹിദുകളിൽ തന്നെയുള്ള ഭൂരിപക്ഷം ആളുകൾ സലാം മടക്കാത്ത വിധം, മയ്യത്ത് നിസ്കരിക്കാൻ തയ്യാറാകാത്ത വിധം, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി കാഫിർ എന്ന് വിളിക്കും വിധമുള്ള ഷിർക്കാരോപണങ്ങളെയാണ് ഓരോ മൗലവിമാരും ഈ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു മൗലവി, ആ മൗലവി തന്നെ വളരെ വൈകാരികമായി പറയാണ്, എന്നെ ഈ നാട്ടിലുള്ള മറ്റു മുജാഹിദ് സംഘടനയിൽപ്പെട്ട ആളുകൾ, ആ ആളുകളോട് ഞാൻ സലാം പറഞ്ഞാൽ അവർ മടക്കുന്നില്ല, മറിച്ച് അവരെന്നെ കാഫിർ എന്ന് അഭിസംബോധനം ചെയ്യുകയാണ് എന്ന സങ്കടമാണ് ആ മൗലവി വൈകാരികമായി വിശദീകരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു കേരളക്കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക്. ഇത്രമാത്രം ക്രൂരമായ ഷിർക്കാരോപണം മൂപ്പര് നടത്തുമ്പോഴും, ആ ഷിർക്കാരോപണത്തിന്റെ വൈകാരികത മൂപ്പര് പങ്കുവെക്കുമ്പോഴും സമസ്തക്കാരെ അപ്പോഴൊന്നും മുശ്രിക്കാക്കാതെ മൂപ്പർക്ക് മുന്നോട്ട് പോകാൻ കഴിയണില്ല. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുപോ, ഏതൊരു നാഥന്റെ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ, അവരെ മുശ്രിക്കെന്ന് വിളിക്കാൻ നാണമില്ലാത്ത ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ലാഹ് പൊറുത്തു തരട്ടെ. സഹോദരങ്ങളെ, ഹജ്ജിന് വരുന്ന 25 ലക്ഷത്തിൽ 20 ലക്ഷവും മുശ്രിക്കാന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് യാതൊരു വേദനയെക്കുറിച്ചും ചിന്തിക്കേണ്ടി വന്നില്ല. എത്രമാത്രം ഷിർക്കാരോപണമാണ്! ജീവിതത്തിന്റെ നല്ല പങ്കും ഈ രാജ്യത്തെ മുസ്ലിം മുഖ്യധാരക്കു നേരെ ഷിർക്കാരോപണം നടത്താൻ ദുരുപയോഗം ചെയ്ത മനുഷ്യരാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകം അനർത്ഥമാകും വിധമുള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കെതിരെ അവർ ഷിർക്കാരോപണം നടത്തിയപ്പോൾ പകരത്തിന് പകരമായി നമ്മൾ അങ്ങോട്ടൊരു വഹാബിയെയും മുശ്രിക്കാക്കിയിട്ടില്ല, ഒരു വഹാബിയെയും കാഫിർ എന്ന് വിളിച്ചിട്ടില്ല. കാരണം ഒരു മുസ്ലിം നാമധാരിയായ മനുഷ്യനെ കുഫ്ർ കൊണ്ട് വിധിക്കാൻ, അവനെ ശിർക്ക് കൊണ്ട് വിധിക്കാൻ നമുക്ക് അധികാരമില്ല. അവർ പുത്തൻവാദികളാണ്. ആ വഹാബികളുടെ ഈ ശിർക്കാരോപണം സ്വന്തത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു നൂറ്റാണ്ട് കാലം മുസ്ലിം മുഖ്യധാരക്കു നേരെ ശിർക്കാരോപണം നടത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ സമയവും സമ്പത്തുമെല്ലാം ഇന്ന് പരസ്പരമുള്ള ശിർക്കാരോപണങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് വഹാബി ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ വഹാബി പുരോഹിതന്മാർക്കും ഈ ശിർക്കാരോപണത്തിന്റെ വ്യാജ ആശയങ്ങളെയും പ്രചാരണങ്ങളെയും പരിശീലിപ്പിച്ചു കൊടുത്ത മലപ്പുറം ജില്ലയിലെ ഒരു മൗലവിയുണ്ട്. ആ മൗലവി മുസ്ലിം സമുദായത്തിൽ ആദ്യമായി വിഗ്രഹം കൊണ്ടുവന്നു വെച്ച ജനതക്ക് സമാനമാണ് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ. ആ
വിഗ്രഹത്തിനു സമാനമാണ് മമ്പുറം തങ്ങളുടെ മഖാമ്, ആ വിഗ്രഹത്തിനു സമാനമാണ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമ് എന്ന് ഈ രാജ്യത്ത് സ്ഥാപിക്കാൻ വേണ്ടി പ്രമാണം ദുർവ്യാഖ്യാനം ചെയ്ത ഒരു മൗലവി, ആ മൗലവിയുടെ ശിഷ്യന്മാരാണ് ഇന്ന് പരസ്പരം ശിർക്കാരോപണം നടത്തി ഇവിടെ കലഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മൗലവിമാരും. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ആ മൗലവിയെ തന്നെ, കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മുജാഹിദുകൾ ആ മൗലവിയെ തന്നെ ശിർക്കാരോപിക്കുകയാണ്. നമുക്കെതിരെ എന്തൊരാരോപണം പറഞ്ഞുകൊണ്ടാണോ ഈ ശിർക്കാരോപണത്തെ സ്ഥാപിച്ചെടുക്കാൻ അവർ ശ്രമിച്ചത്, അതിനെന്തൊക്കെ പ്രമാണ ദുർവ്യാഖ്യാനമാണോ ആ മൗലവി നടത്തിയത്, അതേ ദുർവ്യാഖ്യാനങ്ങളിൽ ഒന്നുപോലും വിട്ടുപോകാതെ ആ മൗലവിക്കു നേരെ തന്നെ സ്വന്തം ശിഷ്യന്മാർ നടത്തുന്ന ദയനീയതയും ഇന്ന് മൗലവിമാർ വളരെ സങ്കടത്തോടെ വിശദീകരിക്കുന്നുണ്ട്. ഇത് കേട്ട് ഞാൻ പ്രയാസത്തോടെയാണെങ്കിലും പറയട്ടെ, ജബ്ബാർ മൗലവി, ഇനി അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയണ്ട, ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ? സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ? നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച അംർ ബിൻ ലുഹൈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം ആ അംർ ബിൻ ലുഹൈന്റെ പോസ്റ്റിൽ ഇവിടെ എ പി ഉസ്താദായിരുന്നു. മഹാന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽക്കുള്ള ഈ കഴിഞ്ഞുപോയ കാലത്തെ പണ്ഡിതന്മാരായിരുന്നു ആ മനുഷ്യന്റെ പോസ്റ്റിൽ ഇവർ പ്രതിഷ്ഠിച്ചിരുന്നത്. ഇന്ന് ആ പോസ്റ്റിൽ നിന്ന് നമ്മളെയൊക്കെ ഒഴിവാക്കിയിട്ട് അവർ പരസ്പരം ആളുകളെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പണിയാണോ ചെയ്തത് അതേ പണിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്.